ഭാഷയുടെ ദിനമാണ്, ഭാഷാ ദിനമാണ് അല്ലേ? നിങ്ങൾക്കറിയാം അറബി ഭാഷ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുകയും ആളുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഭാഷയാണ് അറബി ഭാഷ. നമ്മുടെ ഖുർആനിൻ്റെ ഭാഷ അറബി ഭാഷയാണ് അല്ലേ? ഖുർആൻ ഇറങ്ങിയ ഏത് ഭാഷയിലാണ്? അറബി ഭാഷയിലാണ്. അപ്പോൾ അറബി ഭാഷയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതിനോടനുബന്ധിച്ച് നമ്മൾ ചെയ്യുന്നൊരു നല്ല പ്രവൃത്തിയാണ് എന്ത്? നമ്മൾ വലുതാകുമ്പോൾ ഒരു മരം വെച്ച് നട്ട് അതിനെ പന്തലിച്ച് വലുതാകുമ്പോൾ നമ്മൾ ഈ നല്ല ദിനത്തിൽ, ഈ അറബി ഭാഷാ ദിനത്തിൽ നമ്മളിങ്ങനൊരു തൈ വെച്ച് പിടിപ്പിക്കുന്നത്. ഈ തൈ വലുതായി വലിയ വൃക്ഷമായി മാറുമ്പോൾ ഒരുപാട് തണല് വരാൻ പോകുന്ന തലമുറകളുള്ള കുട്ടികൾക്ക് നല്ല തണലത്തിരിക്കാനും അതിൽ നിന്ന് നല്ല പഴം ലഭിക്കാനും ഉള്ള ഒരു പ്ലാവിൻ്റെ തൈ തന്നെയാണ് നമ്മൾ ഇവനിപ്പോഴുടെ നടന്നത്. അതിൻ്റെ പ്രാധാന്യം എന്താണ്? നമ്മുടെ അറബി ഭാഷയുടെ ആ ദിനത്തോടനുബന്ധിച്ചാണ് നമ്മൾ അവൻ്റെ ഈ തൈ കൊണ്ടുവന്നത്, നമ്മൾ സ്കൂളിന് നൽകിയത്. അഹിയാൻ അഹമ്മദും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വൃക്ഷത്തിനുള്ള തൈ നമുക്ക് തന്നിട്ടുണ്ട്. ഫിസാർ റഹ്മാനും ഇവരെല്ലാം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ടീമുകളുടെയും ആളുകൾ വളരെ ആവശ്യത്തിലാണ്. ജപ്പാൻകാരും ഓസ്ട്രേലിയക്കാരും മത്സരം നടന്നപ്പോൾ ജപ്പാൻ തോറ്റുപോയി ഒരു ഗോളിന്. പക്ഷേ അനുബന്ധിച്ച് നമ്മളിവിടുന്ന് തണൽ മരം നട്ടുപിടിപ്പിക്കുകയുണ്ടായി. നിങ്ങളിലുള്ള 3 കുട്ടികൾ കൊണ്ടുവന്ന പ്ലാവിൻ്റെ തൈയാണ് നമ്മൾ ഇവിടുന്ന് വെച്ചത്. കാരണം ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് അതൊരു തണലായി മാറാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ രാവിലെ തന്നെ ഈ അറബി ക്ലബിൻ്റെ നേതൃത്വത്തിൽ കൂടി കുട്ടികൾ വളരെ സന്തോഷമായിരിക്കും. എല്ലാ പ്രവർത്തനങ്ങളും കുട്ടികൾ ചെയ്യും. അങ്ങനെ ഒരു വർഷത്തിൻ്റെ ഡിസംബർ 18 ആകുമ്പോൾ അത് തുന്നിക്കെട്ടി അത് പ്രകാശനം ചെയ്ത് ഇവിടെ ഓഫീസിൽ ഏൽപ്പിക്കുക. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് അത് വന്ന് നോക്കും ചെയ്യും. എന്നിട്ട് നമ്മുടെ അറബി ഭാഷയ്ക്ക് ഗ്രേഡ് ഇടുന്ന ഒരു സംവിധാനം കൂടാണ്. ഒന്നാണ്